എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 എഞ്ചിനീയറിംഗ് ഫാർമസി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ്, അതുപോലെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ബി.ഫാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കാണാം. നിങ്ങൾ ഏതൊക്കെ കോഴ്സുകൾക്കാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കോഴ്സിൻ്റെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതായത് എഞ്ചിനീയറിംഗ് മാത്രമാണെങ്കിൽ എഞ്ചിനീയറിംഗ്, ഫാർമസി മാത്രമാണെങ്കിൽ ഫാർമസി, രണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ രണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 2 PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾക്ക് ഓരോ വിദ്യാർത്ഥികൾക്കും അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഏതാണ്, അതുപോലെ റാങ്ക് എത്രാമതായിട്ടാണ്, അതുപോലെ ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, ഏത് കോഴ്സിലേക്കാണ് കിട്ടിയിട്ടുള്ളത്, അതുപോലെ സീറ്റ് കാറ്റഗറി ഏതാണ് എന്നുള്ളത് കാണാൻ സാധിക്കും. SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയും അതുപോലെ തന്നെ ബാക്കിയുള്ളത് മറ്റ് കാറ്റഗറികളും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് പ്രോസ്പെക്ടസിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു കാറ്റഗറി സീറ്റ് ടൈപ്പിൻ്റെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറി ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം 830 പേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഈ ഒരു അതായത് PDF വ്യൂവിലുള്ള സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ജസ്റ്റ് ഞാനിപ്പോൾ ഒരു 117 എന്നുള്ളത് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻ നമ്പറും ഈ ഒരു രീതിയിൽ കാണും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതേ രീതിയിൽ തന്നെ ബി.ഫാം കോഴ്സിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആ ഒരു ബി.ഫാമിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം കുറേ പേജ് ഉണ്ടാകും. അതായത് 830 പേജ് ബി.ഫാമിന് ഉണ്ടാവില്ല, സാധാരണ അതിൽ കുറവ് പേജ് ഉണ്ടാവുള്ളൂ. എന്നിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു 78 പേജാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, റാങ്ക്, അതുപോലെ ഏത് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, അതുപോലെ കോഴ്സ് ഏതാണ്, കോഴ്സ് ബി.ഫാം കോഴ്സാണ്. അപ്പോൾ ഏത് സീറ്റ് ടൈപ്പ് ഏതാണെന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ SM-EZ എന്ന് പറഞ്ഞാൽ ഇയവ കാറ്റഗറി, അത് സ്റ്റേറ്റ് മെറിറ്റ് 50% റിസർവ്ഡ് സീറ്റാണ്. അപ്പോൾ അതിൽ ഇയവ കാറ്റഗറിയിലാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഈ SM-EZ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നത്. SM-EW എന്ന് പറഞ്ഞാൽ EWS വിഭാഗത്തിലാണ് ആ ഒരു സ്റ്റേറ്റ് മെറിറ്റിൽ സീറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ സെർച്ച് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബി.ഫാമിൻ്റെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ആക്സസ് കോഡും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈലിൽ നിന്നും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കിയ ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖേനയോ നിങ്ങൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ പേരിൽ അടയ്ക്കേണ്ട പൈസ നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വിജ്ഞാപന പ്രകാരം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു 1ാം ഘട്ട താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാനത്തെ 2024-25 എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള 1ാം ഘട്ട കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. 2024 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 5 വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായിട്ട് ലഭിച്ച ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിലെ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്ത് പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് കാണാവുന്നതാണ്. താൽക്കാലിക അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ cek.info.ce@kerala.gov.in എന്ന ഇമെയിൽ മുഖാന്തരം 8/8/2024 അതായത് ഇന്ന് രാവിലെ 11 മണിക്കുള്ളിൽ അറിയിക്കേണ്ടതാണ്. പരാതികൾ പരിഹരിച്ച് 1ാം ഘട്ട കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് 8/8/2024 പ്രസിദ്ധീകരിക്കും. അതായത് ഇന്ന് വൈകുന്നേരത്തോടെ ആ ഒരു മെയിൻ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലിസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്.
അതിനുശേഷം മാത്രമാണ് മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് വരികയും ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് വരികയും അതിനുശേഷം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് കൺഫേം ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന യാതൊരുവിധ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലും പരിഗണിക്കുന്നതായിരിക്കില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.